തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി തൻ്റേതല്ലെന്ന് തോന്നുന്നത് എപ്പോഴാണോ അപ്പോൾ അധ്യാപകൻ വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങണം. ഗുരു നിത്യചൈതന്യയതി. ഈ വാക്കുകളെ അപ്രസക്തമാക്കി നീണ്ട 24 വർഷത്തെ സേവനത്തിന് ശേഷം സർക്കാർ പരമാവധി അനുവദിച്ചിരിക്കുന്ന 56-ാം വയസ്സിൽ ഇക്കണോമിക്സ് അധ്യാപികയായ ശ്രീമതി മേരിക്കുട്ടി NJ ലിയോ 13th HSSന്റെ പടിയിറങ്ങുകയാണ്. വയനാട്ടിലെ തരിയോട് ഗ്രാമത്തിൽ കൃഷിക്കാരനായ ജോൺ നെല്ലിത്താനത്തിൻ്റെയും അന്നമ്മയുടെയും 8 മക്കളിൽ ഒരാളായി 1969 മെയ് മാസം 25-നാണ് മേരിക്കുട്ടി NJ എന്ന മേരിക്കുട്ടി ടീച്ചറിൻ്റെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം വയനാട്ടിലെ പടിഞ്ഞാറേത്തറ ഗവൺമെൻറ് സ്കൂളിലും 10ാം തരം SSHS മൂർക്കനാടുമാണ് പൂർത്തീകരിച്ചത്. തുടർന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിനായി കോഴിക്കോട് മണാശ്ശേരി MAMO കോളേജിൽ ചേർന്നു. പ്രൊവിഡൻസ് വുമൺസ് കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി. ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ ഡിഗ്രി കരസ്ഥമാക്കിയത് മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള ദേവി അഹല്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. 1999 മെയ് 24-ന് കോഴിക്കോട് സ്കൂളിലെ ക്ലർക്കായിരുന്ന തൈപ്പറമ്പിൽ T. തമ്പാനെ വിവാഹം കഴിച്ചു. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ വിരിഞ്ഞത് 2 കുസുമങ്ങളാണ്. മൂത്ത മകൾ സ്നേഹ അടൂർ മൗണ്ട് സിയോൻ മെഡിക്കൽ കോളേജിൽ 4ാം വർഷ MBBS വിദ്യാർത്ഥിനിയാണ്. TKM സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ BArch 8ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ് ഇളയ മകൾ ടീന. അധ്യാപികയാകണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന മേരിക്കുട്ടി ടീച്ചർ അൺഎയ്ഡഡ് സ്കൂളുകളിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ലഭിച്ച ജോലിയിലും ഏതാണ്ട് 1.5 വർഷം ജോലി ചെയ്തു. 2000 ആണ്ട് ആഗസ്റ്റ് മാസം 14-ാം തീയതി ലിയോ 13th HSSലെ ഇക്കണോമിക്സ് അധ്യാപികയായി സേവനമാരംഭിച്ചു. എല്ലാ കേർവ്സും ഉണ്ട്. AC, MC, ABC, AFC, ആ കർവുകളില്ലേ, ആ കർവുകൾ മുഴുവനും TC, TFC, TVC അതിൻ്റെ ടേബിളും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചില്ലായിരുന്നോ? 8 കോണം കമ്പ്ലീറ്റ് ടേബിൾ ചെയ്യാൻ അറിയാമോ? അറിയാൻ പറ്റുന്ന ആരെയും ഇപ്പുണ്ടോ? അറിയാമോ? അതൊക്കെ എല്ലാം കാണാതെ പഠിക്കുക. അതിൻ്റെ ഡയഗ്രാം പഠിക്കുക. തുടർന്ന് നീണ്ട 24 വർഷം കുട്ടികൾക്ക് വെളിച്ചമായി, സഹപ്രവർത്തകർക്ക് ഉപദേശകയായി, അധികാരികൾക്ക് വിധേയയായി ജീവിച്ചു. 2025 മെയ് 31-ന് ടീച്ചർ ഔദ്യോഗികമായി ലിയോ 13th HSSന്റെ പടിയിറങ്ങുകയാണ്. ടീച്ചറും ടീച്ചർ ഉയർത്തിയ ചിന്തകളും സഹപ്രവർത്തകർക്ക് നൽകിയ ഉണർവും എന്നും ഈ വിദ്യാലയത്തിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. നിർത്ത്. ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടുണ്ടെങ്കിൽ മതി. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ, പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ, നമ്മുടെ മഴയിൽ കനവിൻ അതിരിന് പൂമാനം, ഈ മുത്തുമണത്തിന് ചുറ്റും മതിലുകളാകാശം, നമ്മുടെ മഴവിൽ കനവിൻ അതിരിന് പൂമാനം, ഈ മുത്തുമനസ്സിന് ചുറ്റും മതിലുകളാകാശം. പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണോ, പുല്ലാങ്കുഴലൊരു പാൽക്കടലാക്കിയതാരാണോ, നമ്മുടെ മഴവിൽ കനവിൻ അതിരിന് പൂമാനം.